ഹേയ് ഡിയേഴ്സ്, വെൽക്കം ടു സായ ഡിസൈൻസ്. എൻ്റെ പേര് സാൻഡ്ര. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാം സ്റ്റിച്ചിങ് ചാർജ് ആണ് 2025. അത് ഈ ഒരു ടൈമിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് സ്റ്റിച്ചിങ് ചാർജ് ആണ് കേട്ടോ നമ്മൾ പറയുന്നത്. കാരണം ഇപ്പോൾ സ്കൂൾ തുറക്കാൻ പോകുന്ന ടൈമല്ലേ, അപ്പോൾ യൂണിഫോം ഒക്കെ നമുക്ക് എന്തായാലും സ്റ്റിച്ച് ചെയ്യാനായിട്ട് വരും. അപ്പോൾ അതിൻ്റെ റേറ്റാണ് നമ്മളിന്ന് പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. പല സ്കൂളിലും പല ടൈപ്പായിരിക്കും, പല മോഡലിലായിരിക്കും സ്റ്റിച്ച് ചെയ്യുന്നത്, പല കളേഴ്സിലായിരിക്കും. അപ്പോൾ പല രീതിയിലുള്ള സ്റ്റിച്ചിങ്ങിൻ്റെയൊക്കെ റേറ്റാണ് നമ്മളിന്ന് പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും നോക്കുക, നിങ്ങളുടെ ഏരിയ അനുസരിച്ചിട്ട് സ്റ്റിച്ചിങ്ങിന് റേറ്റ് ചേഞ്ച് വരും. ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. സിറ്റി ഏരിയയിൽ സ്റ്റിച്ചിങ് ചാർജ് ആയിരിക്കില്ല ഒരിക്കലും വില്ലേജ് ഏരിയയിൽ വരുന്നത്. അതേപോലെ തന്നെ വീട്ടിലിരുന്ന് സ്റ്റിച്ച് ചെയ്യുന്നവർക്കും ഷോപ്പിലിരുന്ന് സ്റ്റിച്ച് ചെയ്യുന്നവർക്കും റെൻറ്റും കാര്യങ്ങളൊക്കെ ഷോപ്പുകാർക്ക് വരുന്നത് കൊണ്ട് തന്നെ അവർക്ക് അത്യാവശ്യം റേറ്റ് കൂടുതലായിരിക്കും. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനത്തെ ഡിഫറൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ ഇതിനേക്കാളും കൂടുതലാണോ കുറവാണോ എന്നുള്ള കാര്യം എന്തായാലും കമൻറ്റ് ചെയ്യുക. ഇതിന് മുന്നേ നമ്മൾ യൂണിഫോമിൻ്റെ അല്ലാതെ പല നമ്മുടെ സാധാരണ ഡ്രസ്സുകളുടെയൊക്കെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വേണ്ടവരെ അതുകൂടെ ഒന്ന് റെഫർ ചെയ്ത് നോക്കുക. 2025 പുതിയ റേറ്റ് നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ നമുക്ക് KG ക്ലാസ്സുകളിലുള്ള ഷർട്ടിൻ്റെയും ട്രൗസറിൻ്റെയും റേറ്റ് നോക്കാം. LKG UKG അതുപോലെയുള്ള ക്ലാസ്സുകളിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് ഷർട്ടും അതിൻ്റെ കൂടെ ട്രൗസറും വരുമല്ലോ, മുട്ടിന് മുകളിൽ നിൽക്കുന്ന ഒരു ടൈപ്പ് ട്രൗസേഴ്സ് ഉണ്ടല്ലോ. അപ്പോൾ അത് രണ്ടും കൂടെ വരുന്നത് 600 രൂപയാണ് കേട്ടോ. ഇത് 2025 സ്റ്റിച്ചിങ് ചാർജാണ് ഞാൻ പറയുന്നത്. LKG UKG ഷർട്ട് ആൻഡ് ട്രൗസർ 600 രൂപ. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് പാവാടയും ഷർട്ടുമാണ്. സെയിം തന്നെ LKG UKG പാവാടയും ഷർട്ടും സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് 600 രൂപയാണ് റേറ്റ് വരുന്നത്. ഇനി ഈ രണ്ട് കാര്യങ്ങളിലും നമുക്ക് എക്സ്ട്രാ ഫിറ്റിംഗ് വരുവാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ അതായത് പോക്കറ്റ് രണ്ട് സൈഡിൽ പോക്കറ്റ്, അല്ലെങ്കിൽ അതേപോലെ തന്നെ സ്കേർട്ടിന് പോക്കറ്റൊക്കെ വരും. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് 650 രൂപ മുതൽ 670 രൂപ വരെ എക്സ്ട്രാ ഫിറ്റിങ്ങിന് വാങ്ങിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ LKG UKGയുടെ സ്കേർട്ടും ട്രൗസറും അതേപോലെ പാവാട ഷർട്ട് അങ്ങനെയുള്ള ഡ്രസ്സിനൊക്കെ വരുന്നത്. ഇനി 4th സ്റ്റാൻഡേർഡ് മുതലുള്ള ഷർട്ടും ഷോർട്ട്സും ഇതേപോലത്തെ ട്രൗസേഴ്സ് ഉണ്ടല്ലോ, അപ്പോൾ അത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് റേറ്റ് വരുന്നത് 700 രൂപയാണ്. 4th സ്റ്റാൻഡേർഡ് മുതലാണ് കേട്ടോ. ഇനി വിത്ത് സിബ് വരുമ്പോഴത്തേക്കും ഒരു 50 രൂപ എക്സ്ട്രാ നമുക്ക് വാങ്ങിക്കാൻ 750 ആയിട്ട് നമുക്ക് വാങ്ങിക്കാവുന്നതാണ്. ഇനി ഒരു 7th സ്റ്റാൻഡേർഡൊക്കെ ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് റേറ്റിന് ചേഞ്ച് വരുന്നുണ്ട്. അപ്പോൾ ഷർട്ടും ഷോർട്ട്സും തന്നെ അല്ലെങ്കിൽ പാൻറ്റ്, അപ്പോൾ അതിന് 800 രൂപ നമുക്ക് വാങ്ങിക്കാവുന്നതാണ് കേട്ടോ, ഈ ഒരു മോഡൽ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഗേൾസിൻ്റെ യൂണിഫോം പിനാഫർ ഉണ്ടല്ലോ, ആ ഒരു സെറ്റിൻ്റെ റേറ്റാണ് അടുത്തതായിട്ട് നമ്മൾ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഗേൾസിൻ്റെ യൂണിഫോം പിനാഫറിന് 650 രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ. ഇനി ബോയ്സിൻ്റെ ഹൈസ്കൂളിലെ ഷർട്ടും അതേപോലെ പാൻറ്റും, അപ്പോൾ അതിലെ ഷർട്ടിന് മാത്രം 400 രൂപയാണ് ഹൈസ്കൂളിലെ ബോയ്സിൻ്റെ റേറ്റ് വരുന്നത്. ഇനി പാൻറ്റ് ആണെന്നുണ്ടെങ്കിൽ 500 രൂപയാണ് പാൻറ്റിന് വരുന്നത് കേട്ടോ. ഇത് രണ്ടും സെപ്പറേറ്റ് ആയിട്ടുള്ള റേറ്റാണ് പറയുന്നത്. ഹൈസ്കൂൾ ബോയ്സ് ഷർട്ട് 400 രൂപ, പാൻറ്റ് 500 രൂപ. അതേപോലെ തന്നെ ഗേൾസിൻ്റെ ചുരിദാർ ഉണ്ടല്ലോ, യു പി പഠിക്കുന്ന കുട്ടികളുടെ ചുരിദാറിൻ്റെ റേറ്റ് 400 രൂപയാണ്. ആ ചുരിദാർ മാത്രം 400 രൂപയാണ്. ഹൈസ്കൂള് 490 രൂപയാണ്. UP ആണെന്നുണ്ടെങ്കിൽ 400ഉം ഹൈസ്കൂൾ ആകുമ്പോൾ 490 രൂപയുമാണ് റേറ്റ് വരുന്നത്. ഏതൊരു ഡ്രസ്സ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അതിൽ സാധാരണ വരുന്ന സ്റ്റിച്ചിങ്ങിൻ്റെ ചാർജാണ് ഞാനിപ്പോൾ പറയുന്നത്. അതേപോലെ തന്നെ അതിൽ എക്സ്ട്രാ ഫിറ്റിങ്ങുകൾക്ക് ചിലപ്പോൾ 50 മുതൽ 100 രൂപ വരെയൊക്കെ എക്സ്ട്രാ നമുക്ക് കൊടുക്കേണ്ടതായി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ മറന്നു പോകരുത്. LKG UKG ഫ്രോക്ക് മോഡൽ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് 400 രൂപ ഡ്രസ്സ് വരുന്നുണ്ട്. അതായത് നമുക്ക് ഫ്രോക്ക് പോലത്തെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിലെയൊക്കെ കണ്ടിട്ടില്ലേ, അപ്പോൾ അങ്ങനത്തെ ആ ഒരു സ്റ്റിച്ചിങ്ങിന് 400 രൂപ വരുന്നുണ്ട്. നമുക്ക് സ്ലീവ് ഒക്കെ വേറൊരു മോഡലായിരിക്കും, ചെറിയൊരു പഫ് പോലെയൊക്കെ വരുന്ന രീതിയിലായിരിക്കും ഉള്ളത്. അപ്പോൾ ആ ഒരു ഫ്രോക്ക് മോഡൽ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് 400 രൂപയാണ്. അത് UKG LKG മാത്രം 400 രൂപയാണ് കേട്ടോ വരുന്നത്. ഇനി അടുത്ത സ്റ്റിച്ചിങ് ചാർജ് നമ്മൾ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് യൂണിഫോമിൻ്റെ കോട്ട് കണ്ടിട്ടുണ്ടോ? ഈ നമ്മുടെ യൂണിഫോം ഷർട്ടിൻ്റെയൊക്കെ പുറത്തും അതേപോലെ തന്നെ ചുരിദാർ മോഡലിൻ്റെയൊക്കെ പുറത്തും കോട്ട് വരാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു കോട്ട് ഗേൾസിൻ്റെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് 350 രൂപയാണ് റേറ്റ് വരുന്നത്. വേസ്റ്റ് കോട്ട് എന്നൊക്കെ പറയില്ലേ, അപ്പോൾ അതേപോലത്തെ കോട്ടിൻ്റെ റേറ്റാണ് നമ്മൾ പറയുന്നത് 350 രൂപ. ഈ സെയിം കോട്ട് തന്നെ ഡബിൾ പോക്കറ്റ് വരുന്നത്, അതായത് രണ്ട് സൈഡിലും പോക്കറ്റ് വരുന്ന രീതിയിൽ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് 400 രൂപ
വരുന്നുണ്ട് കേട്ടോ. ഇനി മെൻസിൻ്റെ ഷർട്ട്, അതായത് വലിയ ആളുകളുടെയൊക്കെ ഷർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 500 രൂപയാണ് റേറ്റ്. യൂണിഫോം അല്ല കേട്ടോ ഞാൻ പറയുന്നത്, സാധാരണ ഒരു മെൻസിൻ്റെ ഷർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 500 രൂപ. മെൻസിൻ്റെയൊക്കെ പാൻറ്റ്, അതായത് തുണിയുടെ പാൻറ്റ് ഉണ്ടല്ലോ, അത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് 600 രൂപ വരുന്നുണ്ട്. പിന്നെ നോർമലായിട്ട് നമ്മൾ ഷേപ്പ് ചെയ്യാനായിട്ട് എത്ര രൂപയാണ് വരുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പല സ്ഥലങ്ങളിലും ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പല റേറ്റാണ്. 150 രൂപ വരെ ഷേപ്പ് ചെയ്യാൻ വാങ്ങിക്കുന്നവരുണ്ട്, 30 രൂപ വാങ്ങിക്കുന്നവരും ഉണ്ട്. അപ്പോൾ ഷേപ്പ് ചെയ്യാനായിട്ട് പല സ്ഥലങ്ങളിലും പല റേറ്റാണ് വാങ്ങിക്കുന്നത്. ഒരുപാട് കമൻറ്റ് വരുന്നുണ്ട് ഷേപ്പിൻ്റെ എങ്ങനെയാണെന്ന് ചോദിച്ചിട്ട് കേട്ടോ. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇനിയും വേണമെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യണം. സ്റ്റിച്ചിങ്ങിൻ്റെ ചാർജസ് ഇതിന് മുന്നേ ഞാൻ ഒരുപാട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കാണാത്തവർ കണ്ടു നോക്കുക. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. നാളെ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ അത്രയേ ഉള്ളൂ. ചാച്ചാ.